അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗുരുവായൂർ യാത്രയുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങൾ ഗുരുവായൂർ പോകണം. ആദ്യത്തെ അരങ്ങേറ്റാണ്. 2 കാറിലായിട്ടാണ് നമ്മൾ പോകണം. ഇത് മാമ്മയുടെ വീട്ടിലത്തെ കാറാണ്. നമ്മളെ വീട്ടിലുള്ള കാറിൽ എല്ലാവരും കൊള്ളില്ല, ഏട്ടൻ്റെ കാറിൽ. അപ്പോൾ ഏട്ടൻ ആ കാർ എടുത്തു, ഞാൻ ഈ കാർ എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും ഗുരുവായൂരെത്തി. പോണ വഴിക്ക് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു കേട്ടോ. എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ചായയുടെ ആൾക്കാരുണ്ടായില്ല. കുറച്ച് ഏട്ടൻ, അമ്മ, അതുപോലെ സൗമ്യയുടെ അച്ഛൻ, ഇവർക്കൊക്കെ ചായ നിർബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് ചായ നിർബന്ധമല്ല, ചായയുടെ കടി മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും ചുരക്കോട് അവിടെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ മെല്ലെ പോയിട്ട് ഗുരുവായൂർ എത്തിയിട്ടോ. റൂം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് കാരണം നമുക്ക് റൂമിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അടുത്ത വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ സൗകര്യമുള്ളൊരു റൂമാണ് കേട്ടോ. ഒരു 4-5 ആൾക്ക് നമുക്കിവിടെ നിൽക്കാൻ പറ്റും, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. തലേ ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുക എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ പോവുകയാണ്. ഞായറാഴ്ച ദിവസമാണ്, ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെടുത്ത റൂം പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ആ അന്നദാനം കൊടുക്കണം, അതും ആ കുളത്തിൻ്റെയും കൂടി അതിനുള്ള വഴി, അതായത് ഏത് നടയാവും വരിക, തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കേ നട കേട്ടോ. വടക്കേ നട ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ റൂം എടുത്തതിൻ്റെ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 6 മണി 6:30 ആയിരുന്നു വൈകുന്നേരം. അപ്പം തന്നെ അവിടെ വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള വരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള വരിയാണ് നിൽക്കുന്നത് വൈകുന്നേരത്തിനുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചില്ല. ഇപ്രാവശ്യം പോയിട്ട് ഞാൻ രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. ഇത്രയും കാലം ഗുരുവായൂർ വിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം രാവിലത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എപ്പോഴും നമ്മളെ കസിൻസ് ആരെങ്കിലും ആയിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറാറ്, ടിക്കറ്റ് എടുത്തിട്ട്. ഇപ്രാവശ്യം നമ്മൾ വരിയിൽ തന്നെ നിന്നിട്ട് ഞങ്ങളൊരു 4 മണിക്കൂറോളം വരിയിൽ നിന്നിട്ടാണ് ഞങ്ങൾ തൊഴുകാൻ കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് നല്ല രീതിയിൽ ഭഗവാനെ കണ്ടു കേട്ടോ. നന്നായിട്ട് ഭഗവാനെ കാണാനും തൊഴുകാനൊക്കെ പറ്റി. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ നടക്കിൽ നിൽക്കണ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ചേച്ചിമാർ, അവരോട് ചോദിച്ചിരുന്നു ഏത് രൂപമാണ് ചേച്ചി, ഏതാണ് ഇന്നത്തെ വേഷം എന്ന് ചോദിച്ചു. അപ്പോൾ ഗരുഡ വേഷത്തിലാണ് അന്ന് ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഉള്ളിലേക്ക് കയറുന്നതിന് പിന്നെ ഫോൺ കൊടുക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ അങ്ങനെ അവിടെ നിന്നില്ല, അത്രയും സമയമായല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലുകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം റൂമിൽ പോയി കിടക്കുക. കുട്ടികളെ ആദ്യം രാവിലെ നേരത്തെ വിളിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി തൊഴുതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. അതായത് ഹോട്ടലിൽ നോക്കുമ്പോൾ എല്ലാം അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റും ആണ് എല്ലാവരും കഴിച്ചത് കേട്ടോ. വേറെ എന്തൊക്കെയാണ് കുട്ടികൾ ചോദിച്ചു, പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. നെയ് റോസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നെയ് റോസ്റ്റ് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങൾക്ക് ബ്രഷ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ, അമ്മ, ഏട്ടൻ, അതും ഞങ്ങൾ കുറച്ചുകൂടി പുറത്തേക്ക് പോയി ബ്രഷൊക്കെ വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി പറഞ്ഞു നമുക്ക് ഒന്നും കൂടി ഉള്ളിൽ കയറുക, എനിക്ക് അധികം നമുക്ക് ഒന്നും കൂടി ഉള്ളിൽ കയറണത്. അമ്മ ഉള്ളിൽ കയറാൻ ഞങ്ങൾ ഫോണൊക്കെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അവർ റൂമിൽ പോയി. ഞാനും അമ്മയും ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോൾ അവിടെ കൃഷ്ണനാട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. പക്ഷെ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിവേദിച്ച എന്തോ ഭഗവാനെ അഭിഷേകം ചെയ്തോ എന്താണ് എനിക്കറിയില്ല. എന്തായാലും അവിടെ നെയ്യ് പ്രസാദമായിട്ട് എൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തുലാഭാരത്തിൻ്റെ ആ ഭാഗത്തായിട്ട്. ഇനി എന്തോ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദമാണോ, തൃപ്പുക അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. എന്തായാലും ഭഗവാന്റെ ആ ഒരു അടിച്ച നെയ്യ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും അമ്മയ്ക്കും ഉണ്ടായിട്ടോ. ഞങ്ങളൊന്നുകൂടി ഉള്ളിൽ കയറിയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ തലേ ദിവസം പോയി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 4:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. നമുക്ക് അവിടുത്തെ പ്രസാദങ്ങളായാലും ഇവിടെ തൊഴുകാനാണെങ്കിലും അങ്ങനെ ഞാനും അമ്മയും കൂടി പിന്നെ റൂമിലൊക്കെ പോയി കിടന്നു കേട്ടോ. ബാക്കി എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് പുറത്ത് നടക്കാമെന്നുള്ളതിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടി. അടുത്ത ദിവസത്തെ വീഡിയോ ഇടാം കേട്ടോ. എല്ലാം കൂടി ഇട്ടാൽ ലോങ് വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ 2 വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ പോയ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ
അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം ഗുരുവായൂരത്തെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.